ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ചോക്ലേറ്റ് കഴിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അത് ചോക്ലേറ്റ് തന്നെയായിരിക്കും. നമ്മൾ രുചിയോടെ കഴിക്കുന്ന ഈ ചോക്ലേറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചോക്ലേറ്റ് ഹോം റെസിപ്പിയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കടകളിലെത്തുന്ന ചോക്ലേറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഫാക്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ഉമിയും തവിടും. കൊക്കോയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. എല്ലാവർക്കും കൊക്കോ അറിയാമല്ലോ അല്ലേ? ഇനി കൊക്കോ കഴിക്കാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ആദ്യം നമുക്ക് കൊക്കോ പറിച്ച് അതിൻ്റെ തോട് കട്ട് ചെയ്ത് കുരു വേർപെടുത്തി ഉണക്കിയെടുക്കുന്ന പ്രോസസ്സുകൾ കാണാം. അതിനുശേഷം നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. ഇനി നമുക്ക് ഫാക്ടറിയിലെ പ്രോസസ്സുകൾ എങ്ങനെയെന്ന് കണ്ടാലോ. ഉണക്കിയെടുത്ത കോക്കോ കുരുകൾ എല്ലാം തന്നെ ഫാക്ടറിയിലേക്ക് മാറ്റുന്നു. അവിടുന്ന് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു റോസ്റ്റിംഗ് മെഷീൻ വഴി കോക്കോ കുരുകൾ എല്ലാം തന്നെ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നു. റോസ്റ്റ് ചെയ്തെടുത്ത കോക്കോ കുരുകൾ വീണ്ടും ഒരു മെഷീൻ്റെ സഹായത്തോടെ പൊടിച്ചെടുത്ത് നല്ല പൗഡർ രൂപത്തിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ കോക്കോ പൗഡർ റെഡി. ഇത് മാത്രമല്ല കേട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ കോക്കോ ബട്ടർ, കോക്കോ മാസ്, മിൽക്ക് പൗഡർ, ഷുഗർ എന്നിവയെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു മിക്സർ മെഷീൻ്റെ സഹായത്തോടു കൂടി വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നു. മിക്സ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസുകൾ ഒരു പൈപ്പ് വഴി റിഫൈനിങ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. ചോക്ലേറ്റിന് കൂടുതൽ സിൽക്കിയും സ്മൂത്തും കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണിത്. റിഫൈനിങ്ങിന് ശേഷം ചോക്ലേറ്റിന് വേണ്ട സൈസിലും ഷേപ്പിലും തയ്യാറാക്കി വെച്ച ട്രേയിലേക്ക് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി ഓട്ടോ ഫിൽ ചെയ്തെടുക്കുന്നു. ഫില്ലിങ്ങിന് ശേഷം ട്രേകളെല്ലാം ഒരു കൂളിംഗ് ചേമ്പറിൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നു. കൂളിംഗ് ചേമ്പറിൽ സൂക്ഷിച്ച ചോക്ലേറ്റുകൾ നിശ്ചിത ദിവസത്തിന് ശേഷം അവസാന സ്റ്റെപ്പായ പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുന്നു. പാക്കിങ്ങിന് മുമ്പ് നല്ല ക്രഞ്ചി ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കൂടി കണ്ടാലോ. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് പാക്കിംഗ് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണാം. അടുത്തത് അവസാന സ്റ്റെപ്പായ പാക്കിംഗ് കൂടി നമുക്ക് കാണാം.
not a game, it's a rich thing. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ ചെറിയ സാധനങ്ങളുടെയും പിന്നിലുള്ള ഫാക്ടറി രഹസ്യങ്ങൾ അറിയുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.